തീരെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലാത്തൊരു കണ്ടന്റാണ്. ബട്ട് സ്റ്റിൽ ഈ ഒരു റീല് കോൺസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ ഫീൽഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രം സംസാരിക്കുകയാണ്. നമ്മുടെ അഖിൽമാരാരുടെ ഇഷ്യൂ ആണ്. അഖിൽമാരുടെ അടുത്ത് 3-4 പെണ്ണുങ്ങൾ ഏതൊരു ന്യൂസ് ചാനലിൻ്റെ അക്കൗണ്ടിലെ റീലാണെന്ന് തോന്നുന്നു. അത് ചെന്നിട്ട് ചോദിച്ചു, ലൈക്ക് നിങ്ങൾക്ക് നിലപാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? അപ്പം നിങ്ങളൊരു ഇൻസിഡൻറ്റ് പറയൂ എന്ന് പറയുന്നു അഖിൽമാരാർ. അപ്പം അവർ പറയുന്നു, നിങ്ങൾ ബിഗ് ബോസിൽ പോകില്ല, അതിൽ പോകുന്നതിനേക്കാൾ നല്ലത് എന്തോ ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം അയാൾ ബിഗ് ബോസിൻ്റെ കാര്യം ചോദിച്ചപ്പം അയാൾ പറയുകയാണ്, സുഹൃത്തുക്കളെ, US ഇസ്രായേൽ ഇറാൻ യുദ്ധം എന്നൊക്കെ പറഞ്ഞങ്ങനെ തുടങ്ങി. ബിഗ് ബോസും അയാൾ ഏതോ തൃക്കാക്കരയോ കൂട്ടുപുറം ഏതോ ഒരു സ്ഥലത്ത്, എനിക്ക് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്, സോ ഏതോ സ്ഥലത്ത് ഇയാൾ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഇനി ഇയാളുടെ വിചാരം ഈ ബിഗ് ബോസിലെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളാണോ ഇയാൾ പിന്നെ വന്നിട്ട് നമ്മുടെ രാജ്യത്ത് പിന്നെ സെർവ് ചെയ്യാൻ പോകുന്നത്? ഐ ഡോണ്ട് നോ. ആൻഡ് പിന്നെ അയാൾ പറയുന്നത് നിലപാട് ആൻഡ് ഒപ്പീനിയൻ രണ്ടും രണ്ടാണ്. യെസ്, ഓഫ് കോഴ്സ്, നിലപാട് ആൻഡ് ഒപ്പീനിയൻ ഇസ് 2 different things. നിലപാട് എന്ന് പറയുമ്പം നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു, അതാണ്. ഞാൻ പോവത്തില്ല എന്ന് പറയുന്ന പോവത്തില്ല, അത് നിലപാട്. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പോവുണ്ടാവൂല എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എൻ ഒപ്പീനിയൻ. സോ ഫസ്റ്റ് നിലപാടും ഒപ്പീനിയനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് താങ്കൾ മനസ്സിലാക്കൂ. പിന്നെ പിഷാരടി പറഞ്ഞ പോലെ ഇന്നെന്തെങ്കിലുമൊക്കെ പറയും, ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. What man?